ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫരീദ ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ ഒരു ചൈനീസ് ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓണിയൻ ക്യൂബായി കട്ട് ചെയ്തത് 1 എണ്ണം, പച്ചമുളക് 2 എണ്ണം, തക്കാളി 1 എണ്ണം, ക്യാപ്സിക്കം 1 എണ്ണം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തത്. ആദ്യം ചിക്കൻ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ സോയാബീൻ സോസ്, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 മുട്ട എടുത്ത് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം. ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. അധികം ഫ്രൈ ആവാതെ വേണം ഇത് പൊരിച്ചെടുക്കാൻ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ചിക്കൻ പൊരിച്ച അതേ ഓയിലിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നന്നായി വഴറ്റുക. ഇതിലേക്ക് ഓണിയൻ ചേർത്ത് കൊടുക്കുക. ഓണിയൻ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓണിയൻ അധികം പൊരിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയാൽ മതി. ഇതിലേക്ക് തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുക.
ഇതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചൈനീസ് ചില്ലി ബോൺലെസ് ഇല്ലാതെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് എല്ല് ഇഷ്ടമുള്ളത് കൊണ്ട് എല്ലോട് കൂടിയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ഹാഫ് കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കളറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് ഒരു സ്വീറ്റ്നെസ് ആണ് വേണ്ടത്. അപ്പം അതിന് ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിൽ ചെറിയൊരു മധുരമാണ് ഈ കറിക്കുള്ളത്. അപ്പം നല്ല കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ചൈനീസ് ചില്ലി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, അസ്സലാമു അലൈക്കും.